വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, BBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ BA മലയാളത്തിലേക്കോ അല്ലെങ്കിൽ BA ഹിസ്റ്ററിയിലേക്കോ അല്ലെങ്കിൽ BA സോഷ്യോളജിയിലേക്കൊക്കെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്, അതായത് ഇപ്പം BA മലയാളം ആണെങ്കിലും അല്ലെങ്കിൽ BA സോഷ്യോളജി ആണെങ്കിലും സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് 3 വർഷത്തേക്കുള്ള ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് തന്നെയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ കൺഫേം ചെയ്യാം. അപ്പം മറ്റ് കുട്ടികൾ എടുത്തത് കണ്ടിട്ട് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോ സബ്ജക്റ്റും ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അതിൽ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ആ ഒരു പേപ്പേഴ്സും ഓരോ പേപ്പേഴ്സും നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ അതിൽ കോമൺ പേപ്പേഴ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പർ ഏതാണോ ആ ഒരു പേപ്പർ നിങ്ങൾ എടുക്കുക. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, അതിൽ മെയിനായിട്ട് വരുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മാർക്കിംഗ് സിസ്റ്റം ആണ്. അപ്പം എത്ര മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം വരുന്നത് എന്നുള്ളതൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു മാർക്കിംഗ് സിസ്റ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ STO ആണെന്നുണ്ടെങ്കിൽ BA മലയാളത്തിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ അല്ലെങ്കിൽ BA സോഷ്യോളജിയുടെ കേസിൽ പറയുവാണെങ്കിൽ നമുക്ക് തിയറി പേപ്പർ വരുന്നത് 70 മാർക്കിനും അതുപോലെ തന്നെ അതിൽ നമുക്ക് പ്ലസ് അസൈൻമെൻറ്റൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അസൈൻമെൻറ്റിനും തിയറി പേപ്പറിനും സെപ്പറേറ്റ് മാർക്ക് തന്നെയാണ് വരുന്നത്. അസൈൻമെന്റിന് 30 മാർക്കും തിയറി പേപ്പറിന് 70 മാർക്കുമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഏത് രൂപത്തിലാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 1 മാസത്തിന് ശേഷമൊക്കെ ആയിരിക്കും നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടായിരിക്കുക. ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ LSE സെന്ററിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നത്. അതല്ലാതെ നമുക്കിപ്പോൾ PDF രൂപത്തിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ സൈറ്റിൽ STOയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് LSE പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ അത് ഏത് രൂപത്തിലാണെന്നുള്ളത് അടുത്ത വീഡിയോസിൽ പറയാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് LSE സെൻറ്റേഴ്സിന് അയച്ചു തരും. അത് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുക. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് മാത്രമാണ് ഇപ്പം ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതിനകത്ത് നമുക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഒരു എക്സാമിന് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റ് എടുക്കുവാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ കൂടി പ്രോപ്പറായിട്ട് തന്നെ ഒരു ടൈം ടേബിളൊക്കെ കീപ്പ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്